എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉള്ള വില്ലകളാണ്. അത് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം പഞ്ചായത്തിലാണ്. നല്ലൊരു വില്ല പ്രോജക്റ്റ് ആയിട്ടാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. 8 വില്ലകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരെണ്ണം സെയിലായിട്ടുണ്ട്. 55 ലക്ഷം രൂപ മുതൽ 60 ലക്ഷം രൂപ ആസ്കിംഗ് പ്രൈസ് വരുന്ന വില്ലകളാണ് നമ്മൾ ഇന്ന് കാണാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 3 സെന്റിൽ 1587 സ്ക്വയർ ഫീറ്റിന്റെ 3+ യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ കാണാൻ വന്നുള്ളത്. ഭംഗിയായിട്ടാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കിഴക്കമ്പലം പഞ്ചായത്താണെന്ന് പറഞ്ഞു. മെയിൻ ബസ് സ്റ്റോപ്പിലേക്ക്, അതായത് പെരുമ്പാവൂർ എറണാകുളം ബസ് സ്റ്റോപ്പിലേക്ക് 800 മീറ്ററാണ് ദൂരം വരുന്നത്. ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് ജസ്റ്റ് 1.5 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഏരിയയിലാണ്. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. എടപ്പള്ളി ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. ഇനി നമുക്ക് വീടിന്റെ കാഴ്ചയിലേക്ക് പോകാം. നമ്മൾ നേരെ കോമ്പൗണ്ടിനകത്തേക്ക് വരികയാണ്. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്തുണ്ട്. ഒരു വലിയൊരു വണ്ടി ഇടാനുള്ള സ്പേസ് മുറ്റത്ത് കൊടുത്തിരിക്കുകയാണ്. താഴെ കൊടുത്തിരിക്കുന്നത് ടൈലാണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. വീടിന്റെ ഫേസ്, അതായത് വീടിന്റെ ദർശനം വരുന്നത് വടക്കോട്ടാണ്, നോർത്ത് ഫേസിംഗ് ആണ്. വടക്ക് കിഴക്ക് ഭാഗത്ത് നല്ലൊരു വലിയൊരു കിണർ വന്നിട്ടുണ്ട്. നല്ല വെട്ടിൽ പ്രദേശമാണ്. അരഞ്ഞാണം ചെത്തിയെടുത്ത നല്ല കിണർ തന്നെയാണ്. വെള്ളത്തിന് നല്ല ക്വാളിറ്റി ഉണ്ടാവുകയും ചെയ്യും. വടക്ക് കിഴക്ക് ഭാഗത്താണ്. കിഴക്ക് വശമാണ് ഈ കാണുന്നത്. ഇവിടെയും സ്പേസ് ഉണ്ട്. അപ്പോൾ ചുറ്റും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത് ടൈലും ഗ്രാനൈറ്റും മിക്സ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ 2 ചെയറിനാണ് സ്പേസ് നമ്മുടെ സിറ്റ് ഔട്ടിന് കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് അകത്തേക്ക് വരാം. നല്ല മരത്തിൽ തീർത്ത സിംഗിൾ ഡോറാണ് വന്നുള്ളത്. അതും വടക്കോട്ട് തന്നെയാണ്. അപ്പോൾ വീടിന്റെ ദർശനം വടക്കോട്ടാണ്. നോർത്ത് ഫേസിംഗ് ആണ് വീട് വരുന്നത്. നല്ലൊരു ലിവിംഗ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. 3 പാളി ജനല്. അത് നോർത്ത് സൈഡാണ്. അവിടെയും 3 പാളി ജനല് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ലിവിംഗ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കോർണർ സെറ്റ് ഇടാവുന്നതാണ്. ഒരു ടീപ്പ് വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ടി യൂണിറ്റ് വന്നുള്ളത്. ബാക്ക്ഗ്രൗണ്ട് ഫുൾ ആയിട്ട് വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. 2 സൈഡിലും കബോർഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. താഴെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മേലെയായിട്ട് ഭംഗിയായിട്ട് സീലിംഗ് ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റായി കൊടുത്ത് ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിരിക്കുകയാണ്. നേരെ നമുക്ക് ഇതിന്റെ ഡൈനിങ്ങിലേക്ക് വരാം. നല്ലൊരു ഡൈനിങ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഒരു 6 ചെയറിന്റെ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് വീഴുന്ന രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ 2 പാളി ജനൽ വന്നിട്ടുണ്ട്. അവിടെ 3 പാളി ജനലാണ് വന്നിട്ടുള്ളത്. ഈ ഭിത്തിയിൽ ഒരു വാൾപേപ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ കിച്ചന്റെ ഭാഗത്തേക്ക് വരാം. നല്ലൊരു കൗണ്ടർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. വലിപ്പമില്ലെങ്കിലും നല്ലൊരു കൗണ്ടർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു കൗണ്ടർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു സെപ്പറേഷനാണ് ഈ കാണുന്നത്. അതും LED ലൈറ്റിലൊക്കെ കൊടുത്ത് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചന്റെ സ്ഥാനം വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. അതായത് വടക്ക് കിഴക്ക് ഭാഗത്താണ്. കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിൽ നമുക്ക് ഫുഡും ഹോം അറേഞ്ച് ചെയ്യാം. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ട്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മേലെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഭിത്തി സൈഡ് വശങ്ങളെല്ലാം നന്നായിട്ട് ടൈല് കൊടുത്തിട്ടുണ്ട്. പിന്നെ പവർ പോയിന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ക്വയർ സിങ്ക് ആണ് വന്നുള്ളത്. 2 ടാപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് വർക്ക് ഏരിയയിലേക്ക് വരാം. ഫുള്ള് കവർ ചെയ്തിരിക്കുന്ന ഒരു വർക്ക് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതും ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഒരു സിങ്കോ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. നല്ലൊരു വർക്ക് ഏരിയ കിട്ടിയിട്ടുണ്ട്. ഒരു സൈഡ് നമുക്ക് ലോക്ക് ചെയ്യാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരെ നമുക്കിനി ബെഡ്റൂമിലേക്ക് പോകാം. സ്റ്റെയറിന്റെ ഭാഗത്ത് മാറി ഒതുങ്ങിയാണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. നല്ലൊരു കൗണ്ടർ വാഷ് ബേസും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ ഇവിടെയായിട്ട്, അതായത് സ്റ്റെയറിന് അടിയിലായിട്ടാണ് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 13 അടി നീളവും 12 അടി വീതിയും വന്നിട്ടുണ്ട്. പിന്നെ മേലെയായിട്ട് ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡാണ്. അപ്പോൾ നമുക്ക് കിഴക്കോട്ട് നമുക്ക് ഹെഡ് പൊസിഷൻ കൊടുത്ത് കട്ടിലിടാവുന്നതാണ്. അപ്പോഴും നല്ല സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്യും. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് ഒന്ന് വരാം. വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. 2 ടാപ്പ്, ഷവർ കോക്ക്, റെയിൻ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. ഹീറ്റിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. നേരെ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും ടൈലിൽ തന്നെയാണ്. റൈറ്റ് സൈഡിലാണ് ഹാൻഡിൽ വരുന്നത്. സ്റ്റീലിന്റെ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. നേരെ കാണുന്ന പെർഗോളാസ് ആണ് കിഴക്ക് വശത്ത്. നല്ല ലൈറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ മേലെ ഭംഗിയായിട്ട് പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് കയറാം. ഇപ്പോൾ നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിലാണെന്നുള്ളത്. താഴെയുള്ള ഡൈനിങ്ങിന് മേലെ തന്നെയായിട്ട് ആ സ്പേസ് കിട്ടിയിരിക്കുകയാണ്.
ഇത് നമുക്ക് ഫാമിലി ലിവിംഗ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയും സോഫ സെറ്റീസ് ഒക്കെ ഇട്ടിട്ട് ഇവിടെ ടി വി യൂണിറ്റ് വയ്ക്കാവുന്നതാണ്. വലിയൊരു ടി വി ഹാങ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. പവർ സ്വിച്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ടാണ് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. സീലിംഗ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. ഈ ഭാഗം വരുന്നത് നോർത്ത് വെസ്റ്റ് കോർണറാണ്. വെസ്റ്റ് സൈഡിൽ 3 പാളി ജനലാണ് എന്നുള്ളത്. ഇത് നോർത്ത് സൈഡാണ്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 13 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. നേരെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം. സെറയുടെ വാഷ് ബേസിൻ വന്നിട്ടുണ്ട്. മിറർ വന്നിട്ടുണ്ട്. 2 ടാപ്പ്, ഷവർ കോക്ക്, റെയിൻ ഷവർ, പിന്നെ സിംഗിൾ പീസ് ക്ലോസറ്റ് തന്നെയാണ്. സെറ തന്നെയാണ്. ഹീറ്റിൻ്റെ പോയിന്റ് വന്നിട്ടുണ്ട്. ടൈൽ പാറ്റേണിൽ മൊത്തത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. താഴെ ഒരു മാറ്റ് ടൈലാണ് വന്നുള്ളത്. ഭിത്തി മാറ്റ് തന്നെയാണ് കൊടുത്തുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് ഒന്ന് പോകാം. ഇതിനൊരു ബാൽക്കണി എൻട്രൻസ് വന്നിട്ടുണ്ട്. നല്ലൊരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. CNC കട്ടിങ് വരുന്നുണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ടുള്ള ഡിസൈൻ വന്നിട്ടുണ്ട്. പില്ലറിലൊക്കെ ടെക്സ്റ്റ് വർക്ക് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പർ ലിവിംഗ് സ്പേസിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. നമ്മളിപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് എന്നുള്ളത്. അപ്പർ ലിവിംഗ് സ്പേസിൽ ഏകദേശം ഒരു 13 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. പിന്നെ 2 സൈഡിലും ജനൽ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ 3 പാളി ജനലാണ് എന്നുള്ളത്. ഈസ്റ്റ് സൈഡാണ്. ഇവിടേക്ക് നമുക്ക് ഹെഡ് പൊസിഷൻ വെച്ച് കട്ടിലിന്റെ പൊസിഷൻ ഇങ്ങനെ ആക്കാവുന്നതാണ്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് കബോർഡ് കൊടുത്തുള്ളത്. അതിന്റെ ഡിസൈൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡായിട്ട് തുറക്കാവുന്ന രീതിയിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. താഴത്തെ അതേ സ്പേസ് തന്നെയാണ്. സിംഗിൾ പീസ് ക്ലോസറ്റ്, 2 ടാപ്പ്, ഷവർ കോക്ക്, റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഹീറ്റിന്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിനും മിററും ഒക്കെ വരുന്നുണ്ട്. മാറ്റ് ടൈൽ തന്നെയാണ് വന്നുള്ളത്. നല്ല ടൈൽ പാറ്റേൺ തന്നെയാണ്. ഇനി നമുക്ക് ഇതിന്റെ യൂട്ടിലിറ്റി ഭാഗത്തേക്ക് വരാം. നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ കിട്ടിയിട്ടുണ്ട്. വാഷ് ഏരിയ ആയിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ്റെ പവർ പോയിന്റ്, വാട്ടർ ലൈൻ, വേസ്റ്റ് ലൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അലക്ക് വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുന്ന സ്റ്റെയർ ആണ് ഈ കാണുന്നത്. കോൺക്രീറ്റിലാണ് ചെയ്തത്. സ്റ്റെപ്പ് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് മേലെ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് ഇവിടെ കിട്ടി. ഭംഗിയുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 8ഓളം വില്ലകൾ വരുന്ന നല്ലൊരു വില്ല പ്രോജക്റ്റിനകത്ത് ഭംഗിയുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 3 സെന്റ് ലാൻഡിൽ 1587 സ്ക്വയർ ഫീറ്റിന്റെ 3+ യൂട്ടിലിറ്റിയാണ്. ഇതിന് ചോദിക്കുന്ന വില 55 ലക്ഷം രൂപയാണ്. ചോദിക്കുന്ന വിലയാണ്. വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ പല ബഡ്ജറ്റിലുള്ള വീടുകളും അവൈലബിൾ ആണ്. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഇതിന് ലോൺ സൗകര്യത്തിനും, അതായത് ലോൺ അസിസ്റ്റ് ചെയ്യുന്നതിനും, സൈറ്റ് വിസിറ്റിനും, പിന്നെ രജിസ്ട്രേഷൻ പർപ്പസിന് ആവശ്യമായിട്ടുള്ള പേപ്പർ വർക്കിനും എല്ലാത്തിനും നിങ്ങളുടെ കൂടെ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.